തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രം തെളിഞ്ഞിട്ടും മുന്നണികളിലെ അസ്വാരസ്യങ്ങൾ മാറുന്നില്ല. പലയിടത്തും വിമതശല്യം ഒഴിഞ്ഞിട്ടില്ല. സീറ്റ് ലഭിച്ചില്ലെന്ന് ആരോപിച്ച് നേതാക്കളുടെ രാജിയും തുടരുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ 35,000-ഓളം പേരാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. പടലപ്പിണക്കത്തെ തുടർന്ന് പത്രിക നൽകിയ നിരവധി പേർ പിന്മാറിയെങ്കിലും വിമതശല്യം പൂർണ്ണമായും ഒഴിയുന്നില്ല. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അനിത അനീഷ് പ്രതികരിച്ചു. മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവാണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ചരിത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് വെച്ചകാലം ഇന്നോട്ട് വെക്കുന്നില്ലാന്ന്. മന്ത്രി VN വാസവനെ പുകഴ്ത്തിയ നേതാവ് ഉൾപ്പെടെ കോട്ടയത്ത് 9 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. സീറ്റ് തർക്കത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിലുണ്ടായ തർക്കം പൊട്ടിത്തെറിയിലേക്കെത്തി. DCC അധ്യക്ഷൻ PK ഫൈസലിനെതിരെ ആരോപണമുന്നയിച്ച വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. 20 ലക്ഷം രൂപയ്ക്ക് സീറ്റ് വിറ്റെന്നാരോപിച്ച തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങിയ തൃശൂർ മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രനെ CPIM പ്രാഥമിക പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എറണാകുളത്ത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി LC ജോർജ് നൽകിയ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് നിർദ്ദേശം. കണ്ണൂർ കോർപ്പറേഷനിലെ 2 വിമത സ്ഥാനാർത്ഥികളെയും ഇവരെ പിന്തുണച്ചവരെയും മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥി വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോർപ്പറേഷനിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാലാരിവട്ടം ഗിരിനഗർ വാർഡുകളിലെ UDF വിമതർ. ഇതിനിടെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലറുമായിരുന്ന ശ്യാമള S പ്രഭു പാർട്ടി വിട്ടു. പാലക്കാട് അട്ടപ്പാടിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. അതേസമയം സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.